The roots, another question, the roots of quadratic equation, x square plus 2x plus 1 equal to 0 are. Roots of quadratic equation x square plus 2x plus 1 is equal to 0 are. 4 options ആണ്. Real, real and distinct. രണ്ടാമത്തേത് real and equal. മൂന്നാമത്തെ ഓപ്ഷൻ ഡിസ്റ്റിങ്ക്റ്റ്. നാലാമത്തേത് നോട്ട് റിയൽ അല്ലെങ്കിൽ ഇമാജിനറി. അങ്ങനെ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് നമുക്കറിയാം, നമുക്ക് ഒരു റൂട്ട്സ് അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ, അതിന്റെ എക്സിന്റെ വാല്യൂ, അതായത് എക്സിന് ഈ ഇക്വേഷനകത്ത് എക്സിന് ഏത് വാല്യൂ വരുമ്പോഴാണ് ഈ ഇക്വേഷൻ 0 ആയിട്ട് പോകുന്നത്, അതാണ് റൂട്ട്സ്. സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാലും റൂട്ട്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ ഈ റൂട്ട് റിയൽ ആണോ ഡിസ്റ്റിങ്ക്റ്റ് ആണോ, റിയൽ ആണോ ഈക്വൽ ആണോ, ഡിസ്റ്റിങ്ക്റ്റ് ആണോ, നോട്ട് റിയൽ ആണോ, ഇമാജിനറി ആണോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഓൾറെഡി പറഞ്ഞായിരുന്നു, റൂട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആണോ റിയൽ ആണോ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കണം. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ ഇക്വേഷന് റിയൽ റൂട്ട്സ് ഒന്നും കാണത്തില്ല, അതായത് റിയൽ റൂട്ട് അല്ല, നോ റിയൽ റൂട്ട്. ഓക്കെ. അതേപോലെ തന്നെ ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ റൂട്ട്സ് ആർ ഈക്വൽ ആണ്, ആൻഡ് റിയൽ. ഓക്കെ ആണല്ലോ. ഇനിയും ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്, 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്, അതായത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. അപ്പൊ ഓർത്തോണം, അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റൂട്ട്സ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതേപോലെ ഡിസ്ക്രിമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്താണ്, ഈക്വൽ ടു 0 ആണെങ്കിൽ അതായത് ഈ 2 ഈക്വൽ റിയൽ റൂട്ട്സ്, ഇത് 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്, അല്ലെങ്കിൽ റൂട്ട്സ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് രണ്ടെണ്ണം ഉണ്ട്, 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്. അതേപോലെ ഇതെന്താ, ഇത് 2 ഈക്വൽ റൂട്ട്സ് ആയിരിക്കും, അതായത് 2 ഈക്വൽ റൂട്ട്സ് ആയിരിക്കും, അതായത് d ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ. ഇനി d ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ അവിടെ എന്തെന്നാ പറയാ, ലെസ് ദാൻ 0 എന്ന് പറയുമ്പോഴത്തേക്കും നോ റിയൽ റൂട്ട്സ് ആയിരിക്കും, ഈ എന്താണ് 2 ഈക്വൽ റൂട്ട്സിന് കോയിൻസിഡന്റ് റൂട്ട് എന്നും പറയാറുണ്ട് കേട്ടോ. അതായത് കോയിൻസിഡന്റ് എന്ന് പറയാറുണ്ട്. ഇപ്പം വേർഡ് ചിലപ്പോൾ കോയിൻസിഡന്റ് ആ ചേർത്തെങ്കിൽ അത് അർത്ഥം ഈക്വൽ റൂട്ട്സ് എന്നുള്ള കാര്യം ആലോചിച്ചോണം. കോയിൻസിഡന്റ്. ഓക്കെ. അപ്പൊ നമുക്ക് ഡിസ്ക്രിമിനന്റ് d എന്താ, ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്ക്രിമിനന്റ് എന്താ, d is equal to b square minus 4ac ആയിരിക്കും. ഈ വാല്യൂ ആണ്, ഈ വാല്യൂ വെച്ചിട്ടാണ് d യുടെ വാല്യൂ കണ്ടുപിടിക്കുക. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 0, ഈക്വൽ ടു 0 ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് 2 ഈക്വൽ റിയൽ റൂട്ട്സ് ഉണ്ടാവും. അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിയൽ ആവും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ലെസ് ദാൻ 0 ആണെങ്കിൽ റിയൽ റൂട്ട് ഒന്നുമില്ല, അതിനെ ഇമാജിനറി എന്നും പറയാറുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതിന്റെ
ക്വസ്റ്റ്യന് എക്സ് സ്ക്വയർ പ്ലസ് എത്രയായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 2x പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് എന്താ? സി എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac എന്ത് കിട്ടും? ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 അല്ലേ? അപ്പം 4 മൈനസ് 4 0. അപ്പൊ ഡി എന്ത് കിട്ടി നിങ്ങൾക്ക്? ഡി 0. അപ്പം ഇതെന്താ? റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇക്വേഷൻ ആൻഡ് give your answer correct to 2 decimal place 7x square plus 2x minus 2 equal to 0. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് 3 രീതിയിൽ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് കണ്ടുപിടിക്കാം, ഫാക്ടറൈസേഷൻ വഴി, അല്ലെങ്കിൽ പിന്നെന്താ ഇക്വേഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. -b + or - √(x² - 4ac/2a) ചെയ്താലും കണ്ടുപിടിക്കാം. ഇതിപ്പം നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് വെച്ച് ചെയ്യാം. ഏത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിലും ഈ എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കുന്ന ആള് ആണ് എ, അത് 7 ആണ്. എക്സിന്റെ കൂടെ കിടക്കുന്ന ആളാണ് ബി, അത് 2 ആണ്. ഒറ്റയ്ക്ക് കിടക്കുന്ന ആളാണ് -2. ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എന്താ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്യാം, അടുത്തത് ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇത് നമുക്കിപ്പം സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 14 അല്ലേ, ഈ 14 നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ മറ്റേ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എക്സ് കണ്ടുപിടിക്കുകയാണ്. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ എന്താ? -b + or - √b² - 4ac / എന്താ 2a ആണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് ബി എന്താ ഇവിടെ? ബി എന്ന് പറയുമ്പോൾ 2 -2 + or - √b² എന്ന് പറയുമ്പോൾ 2² - 4 ഇൻറ്റു എ എത്ര? എ എന്ന് പറയുമ്പോൾ എത്ര? 7 ഇൻറ്റു സി എത്രയാ? സി എന്ന് പറയുമ്പോൾ എത്ര? -2 / 2 ഇൻറ്റു എ എത്രയാ? 7. അങ്ങനെയാണെങ്കിൽ -2 + or - √4 - 28 ഇൻറ്റു 2 56 പോസിറ്റീവ് ആണ്, 56 ഡിവൈഡ് ബൈ എത്രയാ? ഡിവൈഡ് ബൈ എത്ര വരും? 7 ഇൻറ്റു 2 എത്രയാ? 14 ആണോ? ആണ്. അപ്പൊ എന്തായാലും ഇതിന് റൂട്ട് വരും, റൂട്ടിന്റെ വാല്യൂ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ അല്ലേ? 4 4 7 28 28 56. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + or - എത്ര? 60 ഡിവൈഡ് ബൈ എത്രയാ? 14 ആണോ? ആണ്. 16 നമുക്ക് റൂട്ട് കിട്ടുന്ന രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റുമോ? 20 ഇൻറ്റു അല്ലെങ്കിൽ മറ്റേ ഇത് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. എന്താ
പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് ചെയ്യണം. 60യുടെ ഇത് കണ്ടു 16നെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 60യുടെ LCM എടുത്തു കഴിഞ്ഞാൽ 2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 30, വീണ്ടും 2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 15, വീണ്ടും 3 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5, വീണ്ടും 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ അല്ലെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാന്നുള്ളേ ഉള്ളൂ 60യുടെ. അപ്പം ഇതിനെ വേണമെങ്കിൽ ഇനിയിപ്പോ ലോങ് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഡെസിമൽ ആക്കണം എന്തായാലും. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ഇതിന് ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുക. ലോങ് ഡിവിഷൻ മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നത്? റൂട്ട് കണ്ടുപിടിക്കാൻ എങ്ങനെ? ലോങ് ഡിവിഷൻ മെത്തേഡ് 60 ആണോ? 60നെ ഒരു ഇതാക്കുക, എന്നിട്ട് വീണ്ടും വീണ്ടും 0 0 ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പെയർ ചെയ്യുക. എന്നിട്ട് ഇവിടെ 6ന്റെ താഴെ വരുന്ന സ്ക്വയർ എന്താ വരുന്നത്? 7 അല്ലേ? 7 ചെയ്ത് കഴിഞ്ഞാൽ 7 × 7 49 ആണല്ലോ. ബാക്കി എന്ത് വരും? 11. 2 0 അടുപ്പിച്ച് താഴെ ഇറക്കി. ഇനി എന്താ? 7ന്റെ ഇരട്ടി വേണം ഇവിടെ, അതായത് 14. പക്ഷെ 14 വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. 40 ഇപ്പൊ 141 × 1 അല്ലെ 142 × 2 അല്ലെ 143 × 3. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 147 × 7 ചെയ്ത് കഴിഞ്ഞാൽ 7 7 49, 4 7 4 28, 28 4 32, 3 7 3 10, 1029 വരും. അപ്പൊ നമുക്ക് പോയിന്റ് വരും. പോയിന്റ് വന്നിട്ട് നമ്മൾ പോയിന്റ് ഇട്ടാലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, കാരണം 0 നമ്മൾ ഇട്ട് കൊടുക്കുക, ഇവിടെ പോയിന്റ് ഇടണം. 7.7 കിട്ടുന്നു. അപ്പൊ ബാക്കി എന്താണ്? ഇവിടെ 0, ഇവിടെ എന്താ 9 വരുന്നു, ഇവിടെ 1, ബാക്കി എത്ര? 7. വീണ്ടും 0 0. വേണമെങ്കിൽ നിങ്ങൾക്ക് 7.7 നിർത്താം. അല്ല, കറക്റ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് അപ്പൊ ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ അടുത്തത് 77 ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ മെത്തേഡ് ഞാൻ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്നതിന്റെ ഒരു ക്ലാസ് എന്തായാലും എടുത്തു തരാം. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഈ വാല്യൂ 7.45 എന്ന് എഴുതുക. അപ്പൊ നമുക്ക് -2 പ്ലസ് 7.745 എന്ന് വരും, ഡിവൈഡഡ് ബൈ 40. ഓക്കെ, ഇനി എങ്ങനെയാ ചെയ്യുന്നത്? ഇനി -2 പ്ലസ്, ഇത് പ്ലസ് ഓർ മൈനസ് ആണ്, പ്ലസ് ഓർ മൈനസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. ആദ്യം എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി x ഈസ് ഈക്വൽ ടു -2 പ്ലസ് 7.745 ഡിവൈഡഡ് ബൈ 14 വരുന്നു. അത് കഴിഞ്ഞ് x ഈസ് ഈക്വൽ ടു എത്രയാ? -2 മൈനസ് 7.745 ഡിവൈഡ് ബൈ എത്ര വരുന്നു? 14 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 2 പോയിന്റ് കാണാം. അപ്പൊ ഇത് എന്തായാലും 5.745 ഡിവൈഡ് ബൈ 14 വരുന്നു. ഇവിടെ ഈസ് ഈക്വൽ ടു ഇവിടെ -9.745 ഡിവൈഡ് ബൈ എത്രയാ? 14 എന്ന് വരുന്നു. ഓക്കെ ആണോ? ചെറുതാക്കാം, ഇത്ര എഴുതിയെടുക്ക്, ചെറുതാക്കാം. ഫൈനൽ ആൻസർ വരുന്നത് ഡിവൈഡ് ചെയ്യണേ. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാ? പോയിന്റിനെ മാറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ × 1000 ചെയ്യണം. അപ്പൊ എന്ത് വരും? ഇവിടെ എന്ത് ചെയ്യണം? × 1000 വരും. ശരിയല്ലേ? ആണോ? അങ്ങനെയാണ് എത്ര വരും? 5745 ഡിവൈഡ് ബൈ 14000 ചെയ്യണം. അപ്പൊ അത് ചെയ്യുമ്പോൾ എത്ര ആണ് വാല്യൂ? 0 പോയിന്റിലാണ് കിട്ടുന്നത്. 0.69614 എന്നാണ് ഒരു എക്സ് കിട്ടുന്നത്. അടുത്ത എക്സ് കിട്ടുന്നത് x ഈസ് ഈക്വൽ ടു 0.410426 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, കറക്റ്റ് 2 ഡെസിമൽ പ്ലേസ്. അപ്പൊ എത്ര?
ഡെസിമൽ കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കറക്റ്റ് ചെയ്തിരുന്ന പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ നോക്കണം. മൂന്നാമത്തെ ഇവിടെ 5ൽ കൂടുതലാണ്, 6 ആവുന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഒന്ന് കൂട്ടി എഴുതണം. മനസ്സിലായോ? അപ്പം ഇവിടെ വരുന്ന സമയത്ത് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് ഇവിടെ 8 ആണ്, ഇവിടെ 0.68 ഇവിടെ. അപ്പൊ x ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഡെസിമലാണ് കറക്റ്റ് ചെയ്ത് എഴുതേണ്ടത്. അപ്പൊ മൂന്നാമത്തെ ഡെസിമൽ നോക്കുക, അത് 5ന് മുകളിലായതുകൊണ്ട് ഒന്ന് ഇവിടെ കൂട്ടി എഴുതുമ്പോൾ 0.69 നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. ഇവിടെ x ഈസ് ഈക്വൽ ടു എത്രയാ? x ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും? ഇത് മൈനസ് ആണ്, ഒന്ന് മൈനസ് വരും. അതേപോലെ ഇവിടെ എന്താ? ഇവിടെ മൂന്ന് ഡെസിമൽ പ്ലേസ്, 2 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്ത് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ എത്രയാ? 0. അപ്പൊ ഇനി എന്ത് ചെയ്യണ്ട, അത് കറക്റ്റ് ചെയ്ത് എഴുതണ്ട, അത് തന്നെ എഴുതിയാൽ 0.41 എന്ന് എഴുതിയാൽ. ഇത് ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. ഈ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ലോങ് ഡിവിഷൻ മെത്തേഡ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. നമുക്ക് ഒരു സെഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ലോങ് ഡിവിഷൻ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം ഇതിനകത്ത് അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയറക്റ്റ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വളരെ കുറവായിരിക്കും. ഡെസിമലിന്റെ ആയിരിക്കും കൂടുതലും ചോദിക്കാം. നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ ആണല്ലോ? അടുത്തത് സോൾവ് ഫോർ എക്സ്. ദേവനാരായണൻ ഓക്കെ ആണോ? ഓക്കെ. ദിവ്യ ഓക്കെ ആണോ? നിരഞ്ജനും സനയും ഓക്കെ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. 4x² മൈനസ് 7x പ്ലസ് 2 ഈക്വൽ ടു 0യും അതേപോലെ തന്നെ 5x² മൈനസ് 3x മൈനസ് 4 ഈസ് ഈക്വൽ ടു 0യും. സ്പ്ലിറ്റിംഗ് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതല്ലേ എളുപ്പം. ഇക്വേഷൻ വെച്ച് ചെയ്യും. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന എളുപ്പം. സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം ചെയ്താൽ കിട്ടത്തില്ല, പാടായിരിക്കും ചെയ്യാൻ. കേട്ടോ? കിട്ടും, പാടായിരിക്കും. ആ
ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കണം. റൂട്ട് 17 നോക്കിയോ, ചെയ്തു തരാം. എല്ലാവരും ശ്രദ്ധിക്കുക. ലോങ് ഡിവിഷൻ മെത്തേഡ് കണ്ടുപിടിക്കാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ലോങ് ഡിവിഷൻ മെത്തേഡ് അറിയാവുന്ന ഒരാളുണ്ട്, അറിയാത്തവര്? ദേവനാരായണൻ അറിയാമോ? അറിയത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? പരീക്ഷയ്ക്ക് ക്ലാർക്സ് ടേബിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? പറ്റും, അത് തരുവാണെങ്കിൽ പറ്റും. ശരിക്കും തരണമെന്നാണ്. തരുവാണെങ്കിൽ അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാം. പക്ഷെ തരത്തില്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. നിങ്ങൾക്കത് തരുന്നില്ല എന്നൊക്കെ ഉള്ളത്. എന്തായാലും നിങ്ങളുടെ സ്കൂളിൽ തരുമായിരിക്കും, ചില സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സിയോണിൽ യൂസ് ചെയ്യാമോ? സന, സിയോണില് ക്ലാർക്സ് ടേബിൾ യൂസ് ചെയ്യാമോ എക്സാമിന്? അപ്പൊ അത് ചിലര് സമ്മതിക്കും, ചിലര് സമ്മതിക്കത്തില്ല. ശരിക്കും കൊടുക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ വലിയ ഇത് പക്ഷെ ട്രിഗ്നോമെട്രിയുടെ അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? തന്നെ ട്രിഗ്നോമെട്രിയുടെ തന്നല്ലേ പറ്റത്തുള്ളൂ. ട്രിഗ്നോമെട്രിക്ക് നിങ്ങൾക്ക് സൈൻ നോർമൽ വാല്യൂ അല്ലാതെ കുറെ സൈൻ 35.6 അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ടേബിൾ നോക്കിയില്ല കണ്ടുപിടിച്ചേ ആണോ സന? ഡിപ്രഷൻ മോഡലിംഗ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു? ഞങ്ങൾ നേരത്തെ വാല്യൂ നോക്കി ചെയ്തത്. എങ്ങനെ? ആ വാല്യൂ ഞങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ പഠിപ്പിച്ച വാല്യൂ ഉണ്ട്. മെയിൻ വാല്യൂ എന്ന് പറഞ്ഞ് കുറച്ചും തന്നായിരുന്നു. അതെങ്ങനെ അത്രയും വാല്യൂ എങ്ങനെ വരുന്നേ? സൈൻ 45 എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇപ്പൊ സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90 ഒക്കെ വാല്യൂ തരും. ഇപ്പൊ സൈൻ 47ന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണെന്ന് സനയ്ക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, നിങ്ങൾ എന്തായാലും ഞാൻ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്തായാലും പഠിപ്പിക്കാം. ക്ലാസ് ടേബിൾ തരാതെ നിങ്ങൾക്ക് മറ്റേ രണ്ടാമത്തെ ട്രിഗ്നോമെട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ക്ലാസ് ടേബിൾ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും തരണം. അപ്പം അതിനകത്ത് ഈ റൂട്ട് ഉണ്ട്. അപ്പൊ റൂട്ട് അതിനകത്ത് നോക്കിയെടുത്ത് എഴുതിയാൽ മതി. ഇനിയും ക്ലാസ് ടേബിൾ ഇല്ല, ഈ റൂട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ലോങ് ഡിവിഷൻ മെത്തേഡ് പഠിക്കും. തൽക്കാലം നമുക്ക് ആ ക്വസ്റ്റ്യൻ റൂട്ട് ഞാൻ ഡയറക്റ്റ് തരാം, അതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, നോക്കിയോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ എ എന്ന് പറയുന്നത് 4, ബി എന്ന് പറയുന്നത് -7, സി എന്ന് പറയുന്നത് 2. അങ്ങനെയാണെങ്കിൽ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. അങ്ങനെയാണെങ്കിൽ -b എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് -7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -7 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ആണ്. ആണല്ലോ. ഡിവൈഡ് ബൈ എന്താ? 2 ഇൻറ്റു 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ വരിക? അപ്പൊ എങ്ങനെയാ വരിക? +7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 മൈനസ് എത്ര വരും? 4 16 2 32 ഡിവൈഡ് ബൈ എത്രയാ? 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ വരുന്നത്? x ഈസ് ഈക്വൽ ടു +7 അല്ലെങ്കിൽ x +7 എടുക്കണ്ട, 7 അങ്ങ് എടുത്താൽ മതി. 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 12 പോയാൽ 17 അല്ലെ? റൂട്ട് 17 ഡിവൈഡ് ബൈ 8. ഓക്കെ, റൂട്ട് 17ന്റെ റൂട്ട് ഓർത്ത് വെച്ചോണം. ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് നമുക്ക് 4.123 ഡിവൈഡ് ബൈ എത്രയാ? 8 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ വെച്ചിട്ട് രണ്ടായിട്ട് സോൾവ് ചെയ്തേ. പെട്ടെന്ന് സോൾവ് ചെയ്തു. എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? എങ്ങനെയാ? എക്സ് ഈസിക്കൽ എത്രയാ? 7 പ്ലസ് 4.123 ഡിവൈഡ് ബൈ എത്രയാ? 8. അവിടുന്ന് 11.123 ഡിവൈഡ് ബൈ 8 വരും. അടുത്തത് എക്സ് ഈസിക്കൽ ടു 7 മൈനസ് 4.123 ഡിവൈഡ് ബൈ 8 വരും. അവിടെ 3.123 ഡിവൈഡ് ബൈ 8 വരും. അപ്പം ഇതിനെ നമുക്ക് 1.4 എന്നാക്കാം. അത് 1.4 അല്ല കേട്ടോ, അത് കറക്റ്റ് ചെയ്ത വാല്യൂ ആണ്. അതായത് കറക്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. നമുക്ക് 11.123 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1.39 ആണ് കിട്ടുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് കിട്ടുന്നത് 3.123 ഡിവൈഡ് ബൈ എത്രയാ? ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.39 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ്, അത് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. കറക്റ്റ് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇപ്പൊ രണ്ടെണ്ണം കറക്റ്റ് ചെയ്യാനാ പറയുന്നത്, രണ്ടെണ്ണം വരെ കറക്റ്റ് ചെയ്യാനാ പറയുന്നത്. അപ്പം ഇവിടെ ഇത് നേരത്തെ നമ്മൾ ചെയ്തത് കറക്റ്റ്. ഇതിന് ആൻസർ കിടക്കുന്നത് 1.4ഉം ഇത് 0.3. ഇത് രണ്ടുമാണ് ആൻസർ. ശരിക്കും ഇത് 1.39 അല്ലേ വരും, 1.39 തന്നെ വരാം. കാരണം കറക്റ്റ് 2 ഡെസിമൽ പ്ലേസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം കറക്റ്റ് ചെയ്യാന്നുള്ളതല്ലേ. അപ്പം ഇത് മൂന്നാമത്തെയാണ് നോക്കുന്നത്. അപ്പൊ ഇത് 1.39 തന്നെ നിലനിർത്തുക. ഇത് 1.36 എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ എനിക്ക് കിട്ടിയത് 1.39 ആണ് ആൻസർ കിട്ടിയത്. അല്ല, 0.39. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. അടുത്ത √89 വരും അവിടെ. √89ന്റെ വാല്യൂ 9.43 എഴുതിയാൽ മതി. √89 വന്നോ? അതെടുക്കും. 10. വേണോ? ആഡ് ചെയ്തിട്ടല്ലേ ചെയ്യണ്ടേ? 9.3 പ്ലസ് 9.43 3 മൈനസ് 9.43 ആണ്. ഡിവൈഡ് ബൈ 10 ഒരു പെണ്ണിയും കൊണ്ട് ഇട്ടാൽ തന്നെ കിട്ടിയോ? രണ്ടാമത്തെ ഓക്കെ, പെട്ടെന്ന് ചെയ്യണേ. എല്ലാരും പെട്ടെന്ന് ചെയ്യണേ. പെട്ടെന്ന് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ കാര്യം നടക്കത്തില്ലേ. നിരഞ്ജൻ എന്തുവായി?
പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുക. ഇത് നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യാം. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് 5, ബി എന്ന് പറയുന്നത് -3, സി എന്ന് പറയുന്നത് -4 ആണ്. അപ്പൊ നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി -b ± √b² - 4ac ഡിവൈഡ് ബൈ 2a ആണ് ആണല്ലോ. -b എന്ന് പറയുമ്പോൾ -3 ± √3 the whole square -4 into 5 into -4 ഡിവൈഡ് ബൈ എത്രയാ 2 into 5 ആണോ. അപ്പൊ 3 ± √9 മൈനസ് അല്ല ഇത് മൈനസ് പ്ലസ്, അതായത് 5 4 20 20 × 4 80 ഡിവൈഡ് ബൈ 10. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് 3 ± √89 ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടി. അപ്പം x ഈക്വൽ ടു എത്രയാ 3 പ്ലസ് ഞാൻ പറഞ്ഞു എന്താണ് √89 ക്ലാർക്ക് ടേബിൾ തരുമ്പോൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതിന്റെ ലോങ് ഡിവിഷൻ മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ 3 പ്ലസ് 9.43 ഡിവൈഡ് ബൈ എത്രയാ 10. അപ്പൊ നമുക്ക് എത്ര കിട്ടും 12.43 ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറും. ഇത് 1.243 ആയി. അപ്പം അതിനെ കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ് എത്ര 2 ഡെസിമൽ പ്ലേസ് എന്ന് പറയുമ്പോൾ എത്ര 2 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുവരെ നോക്കണം. എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്ത് എഴുതണം. അപ്പൊ 1.24 എന്ന് തന്നെ കിടക്കും. കാരണം ഇത് 3 ആ 5 താഴെ. അടുത്തത് x ഈക്വൽ ടു 3 മൈനസ് 9.43 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് -6.43 ഡിവൈഡ് ബൈ എത്രയാ 10 കിട്ടുന്നത്. ഒരു പോയിന്റ് മാറുമ്പോൾ 0.643 എന്ന് വരുന്നു. കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് തന്നെ വരും 0.64 എന്ന് വരും. നെഗറ്റീവ് ഇതായിരിക്കും. എഴുതി കഴിഞ്ഞിട്ട് കഴിയണം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ എഴുതുകയാണ്. in a certain positive fraction the denominator is greater than numerator by 3 if 1 is subtracted from both numerator and denominator. ഞാൻ numerator and denominator the fraction decrease by 1/40. Find the fraction. ശരി തലച്ചോറ് ഉപയോഗിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് മനസ്സിലാക്കി ഇത് ഇക്വേഷൻ ഫോമിൽ ആക്കാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നോക്കിക്കോണം. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് certain fraction ഒരു പോസിറ്റീവ് ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ ബൈ 3 എന്നാണ്. എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെക്കാട്ടും 3 കൂടുതലാണെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായിരിക്കും ലെറ്റ് ദ ഫ്രാക്ഷൻ എന്തായിരിക്കും ആരോണെ x/3x. ഡിനോമിനേറ്റർ ഈസ് 3 മോർ ദാൻ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഫ്രാക്ഷൻ എന്താ
എക്സ് ബൈ 3 പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് ബൈ എക്സ് പ്ലസ് 3. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെക്കാട്ടിലും 3 കൂടുതലാണ്. അപ്പം ന്യൂമറേറ്ററിനെ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 3 ആയിരിക്കും അല്ലയോ. അപ്പൊ ലെറ്റ് ദ ഫ്രാക്ഷൻ ബി എന്താ, എക്സ് ബൈ എക്സ് പ്ലസ് 3. ഇതാണ് ഫ്രാക്ഷൻ ആണല്ലോ. ഇനി അവരൊരു കണ്ടീഷൻ അതിനകത്ത് ഒരു ചെറിയൊരു എന്താണ് പരിപാടികൾ നടത്തി. ഈ 1 is subtracted from both numerator and denominator. The fraction decreases by 140 എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഉള്ള ഫ്രാക്ഷന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ഈ ഫ്രാക്ഷനിൽ നിന്ന് 14 കുറഞ്ഞു. അതായത് ഇപ്പോൾ ഉള്ള ഫ്രാക്ഷനിൽ 1 കുറച്ചപ്പോൾ അല്ലെ, ഡിക്രീസസ് എന്നല്ലേ, 1 സബ്ട്രാക്റ്റഡ്. അപ്പൊ എക്സ് മൈനസ് 1 ഉം എക്സ് പ്ലസ് 3 മൈനസ് 1 അല്ലെ, സോറി 3 മൈനസ് 1 ഇങ്ങനെ ചെയ്തപ്പോൾ എന്തായെന്നാ പറഞ്ഞത്. ഇങ്ങനെ ചെയ്തപ്പോൾ അതെന്തായി, 1/14 കുറഞ്ഞു. ഇതിനകത്തെക്കാളും ആദ്യം ഉണ്ടായിരുന്നത് ഏതാ, എക്സ് ബൈ എക്സ് പ്ലസ് 3 ആയിരുന്നു. അതിൽ നിന്ന് 1/14 കുറഞ്ഞു കേട്ടോ. ഇത് ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ മോളിൽ നോക്കിയോ, എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എന്താ, എക്സ് പ്ലസ് 3 മൈനസ് 1 2 ആണ്. ഈസിക്കൽ ടു ഇവിടെ എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 3 മൈനസ് 14 വരും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഏറ്റവും സിമ്പിൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ്, എന്നിട്ട് എൽസിയം എടുക്കുന്നതാണ്. അപ്പം എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് 3 ഈസിക്കൽ ടു മൈനസ് 40 മൈനസ് 1/40. ഇങ്ങോട്ട് എൽസിയം എടുക്കുക, ഇങ്ങോട്ട് എൽസിയം എടുക്കുക, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് വരുന്നു, മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വരുന്നു, ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് വരുന്നു, ഈസിക്കൽ ടു മൈനസ് 1/40. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയോ, ഇത് ഇതുമായിട്ട് ചെയ്യണം, ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇതുമായിട്ട് ചെയ്യണം, പിന്നെ ഇത് ഇതുമായിട്ട് ചെയ്യണം, ഇത് ഇതുമായിട്ട് ചെയ്യണം. അപ്പൊ എത്ര വരും, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൈനസ് ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം അതും നമുക്ക് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് അങ്ങനെ എഴുതാം. ഡിവൈഡ് ബൈ എന്താ, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 പ്ലസ് 2 ഇൻറ്റു എത്രയാ, എക്സ് പ്ലസ് 3 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈസിക്കൽ എത്രയാ, മൈനസ് 1/40. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് എക്സ് മൈനസ് എത്രയാ 3 വരുന്നു, മൈനസ് ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x വരുന്നു, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2x പ്ലസ് 6 എന്ന് വരുന്നു, ഈസിക്കൽ ടു മൈനസ് 1/40. ശരിയല്ലേ, ആണോ. അങ്ങനെയാണെങ്കിൽ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോയി. പിന്നെ എന്താണ് ഇവിടെ ഈ മൈനസ് എക്സും ഈ മൈനസ് 2x കൂടെ കൂട്ടി കഴിഞ്ഞാൽ മൈനസ് 3x അല്ലേ. അപ്പൊ 3x മൈനസ് 3x എത്ര, 3x മൈനസ് 3x മൊത്തം പോയി, 0 ആയി പോയി. അപ്പൊ ഇത് പോയി, അതിന്റെ കൂടി ഇത് എല്ലാം പോയി. അപ്പൊ ബാക്കി എത്ര മോളി വരുന്നത്, ബാക്കി ഇവിടെ മൈനസ് 3 ഡിവൈഡഡ് ബൈ താഴെ എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് 3 ഇത് 5x വരും, പ്ലസ് 6 ഈസിക്കൽ എത്രയാ, മൈനസ് 1/40. ഇതിങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, മൈനസ് 3 ഇൻറ്റു 14 ഈസിക്കൽ ടു എക്സ് സ്ക്വയർ, മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. അങ്ങനെയാണ് 14 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 28 42 മൈനസ് 42 ഈസിക്കൽ ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 5x മൈനസ് 6 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാം, കാരണം എക്സ് സ്ക്വയറിനെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് നിർത്തണം. അപ്പൊ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആയി, പ്ലസ് 5x ആയി, പ്ലസ് 6 ഈസിക്കൽ ടു എന്താണ്, ഈസിക്കൽ ടു അല്ല, മൈനസ് 42 അവിടെ തന്നെ കിടപ്പുണ്ടല്ലോ, ഈസിക്കൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 36 ഈസിക്കൽ ടു എത്രയാ, 0. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഇനി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ചെയ്തു. അത് വേണമെങ്കിൽ 9ഉം ഇത് വേണം, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം വേണമെങ്കിൽ അതും കൂടെ അങ്ങ് പറഞ്ഞുതരാം. ഇത് പ്ലസ് 5 മൈനസ് 36 നമ്പേഴ്സ് ഏതൊക്കെയാ, 9 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 36 വരും, 9 പ്ലസ് 5 4 ചെയ്ത് കഴിഞ്ഞാൽ 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ലേ. അപ്പൊ നമുക്ക് 36 മൈനസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ 4 മൈനസ് കൊടുത്താൽ മതി അല്ലേ, ശരിയല്ലേ. നമ്പേഴ്സ് ഏതൊക്കെയാണേ, 9 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 36 വരും, 9 പ്ലസ് 4 ചെയ്യുമ്പോൾ നമുക്ക് 5 വരണം. പക്ഷെ
ഇത് മൈനസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനൂടെ -1 ഇതിനൂടെ -1 ഇത് കറക്റ്റ് ആകത്തില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് x + 9x - 4x - 36 = 0. x കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 9 -4 കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 9 വരുന്നു = 0. അവിടുന്ന് x + 9 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി x - 4 = 0. അവിടുന്ന് x + 9 = 0. അവിടുന്ന് x -9. അതേപോലെ അവിടുന്ന് x - 4 = 0. അവിടുന്ന് x = പാഴ്സൽ വന്നു. OTP അത് വരും. ക്ലാസ്സിലാണ് പറയാൻ കാരണം എടുക്കാനാണ്. ഇത് കത്താത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് കത്തിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. കണ്ടോ, ഒത്തിരി കൂടുതൽ ചെയ്യാനുമുണ്ട്. മാത്രമല്ല ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അത് ഇക്വേഷൻ ഫോമിലോട്ട് ആക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് നല്ലതായിട്ട് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ദിവ്യ ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ സർ. ഓക്കെ. നിരഞ്ജൻ, ദേവനാരായൺ? യെസ് സർ. സന? യെസ് സർ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിത്തൗട്ട് സോൾവിങ് find the nature of roots of the following ക്വസ്റ്റ്യൻ ഇതാണ്. x² + 2√3x - 9 = 0.
അതായത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യേണ്ട ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചാലല്ലേ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല വിത്തൗട്ട് സോൾവിങ്. നമ്മൾ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചിട്ടാണ് എക്സിന്റെ നേച്ചർ കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ചു, ഡി കണ്ടുപിടിച്ചു. ഡി എങ്ങനെയാണ് എഴുതാം അങ്ങോട്ട്. ഇവിടെ വന്നാട്ടെ. എയും ബിയും സിയും ആദ്യം എടുത്തെഴുതണം. പിന്നെ ബി 2√3 അല്ലേ? എക്സിന്റെ കൂടെ കിടക്കുന്നത് ബി അല്ലേ? അതിപ്പോഴും പഠിച്ചില്ല. എടാ എക്സിന്റെ കൂടെ എന്ത് കിടന്നാലും അത് ബി ആ, മനസ്സിലായോ? എന്ത് ചെയ്താൽ മതി? എ ഉണ്ട്, എ എന്ന് പറയുമ്പോൾ 1 ആണ്. ബി എന്ന് പറയുന്നത് 2√3 ആണ്. സി എന്ന് പറയുന്നത് -9 ആണ്. ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കാൻ b² - 4ac ആണ്. അപ്പൊ നമുക്ക് b² എന്ന് പറയുമ്പോൾ 2√3 the whole square - 4 into -9 into 1 അല്ലേ? അപ്പൊ നമുക്ക് 4 into √3 യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3. 4 into 3 -9 into 4 46 ആണ്, 36 ആണ്. മൈനസും കൂടെ വരുമ്പോഴത്തേക്കും പ്ലസ് വരും, +36 അല്ലേ? അപ്പൊ അങ്ങനെ എന്ത് വരും? 3 12, ഇത് 36. അപ്പൊ എത്ര വരും? 48. അപ്പൊ ഡിസ്ക്രിമിനന്റ് 48 ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 വരുവാണെങ്കിൽ എന്താ? ആസ് എന്താണ്? 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? റൂട്ട് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ഇവിടോട്ട് തന്നെ എഴുതുകയാണ്. എ ടു ഡിജിറ്റ് positive number, a 2-digit positive number is such that the product of its digit is 6. If 9 is added to the number, the digits interchange their places. Find the number. ശരി, പെട്ടെന്നാട്ടെ.
അങ്ങനല്ലല്ലോ ഞാൻ പഠിപ്പിച്ചത്. ഇങ്ങനെയുള്ള ഞാൻ ഇതിനെ ചെയ്യാൻ ഞാൻ രീതി പഠിപ്പിച്ചായിരുന്നല്ലോ. നമ്മൾ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ എങ്ങനെ, നമ്മളിപ്പം ഒരു 15 നമ്മൾ എങ്ങനെ എഴുതുന്നത്? 15 നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ്, അല്ലെങ്കിൽ പോട്ടെ ഒരു 15 വേണ്ട, ഒരു 95 എഴുതാം. 95 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 90 പ്ലസ് 5 എന്ന് എഴുതാം. 90നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 into 9 പ്ലസ് 5 എന്ന് എഴുതാം, അല്ലേ? അപ്പൊ ഈ 95നെ നമ്മൾ XY ആയിട്ട് കൺസിഡർ ചെയ്താലോ? 10 into x plus y എന്നല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? XY ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം, അതേപോലെ എന്താ 10x plus y ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ വേണം ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ഡിജിറ്റ് പോസിറ്റീവ് നമ്പർ is such that it product of its digit is 6. അതായത് let 2 ഡിജിറ്റ് നമ്പർ എന്താ? let 2 ഡിജിറ്റ് നമ്പർ എത്ര? let 2 ഡിജിറ്റ് നമ്പർ be എന്താ? XY. പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണെന്ന് പറയുന്നത്? 6 ആണെന്നാ പറയുന്നത്. അതായത് ഫസ്റ്റ് തന്നിരിക്കുന്നത് x into y എന്ന് പറയുന്നത് 9 ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. ഇനി പറഞ്ഞിരിക്കുന്നത് if 9 is added to the number, the digits interchange their place. പ്രൊഡക്റ്റ് 6 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് 6 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന്റെ കൂടെ 9 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 9 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ XYയുടെ കൂടെ നമ്മൾ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇന്റർചേഞ്ച് ചെയ്ത നമ്പർ ആണ് കിട്ടുന്നത്. അപ്പൊ ഞാനൊരു കാര്യം അങ്ങനെ ലെറ്റ് അപ്പം ഇങ്ങനെ എഴുതാം. അപ്പൊ എന്താ XY is equal to 6 എന്ന് കിട്ടും ആണല്ലോ. അതായത് പ്രൊഡക്റ്റ് ഓഫ് അതിന്റെ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ XY. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് x എത്ര കണ്ടുപിടിക്കാൻ പോകുന്നത്? x is equal to 6/y എന്ന് കണ്ടുപിടിക്കാൻ പോകും. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഈ XYനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എഴുതാമല്ലോ. രണ്ടാമത്തെ പറഞ്ഞാൽ ഈ 2 ഡിജിറ്റ് നമ്പറിലൂടെ എത്ര കൂട്ടുമ്പോഴാണ് അത് റിവേഴ്സ് ചെയ്യുന്നത് കിട്ടുന്നത്? 2 ഡിജിറ്റ് നമ്പറിലൂടെ, അതായത് 10x plus y-യുടെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിവേഴ്സ് ചെയ്യുന്നത്? അത് എത്ര? 10y plus എത്ര? x ആയിരിക്കും. ശരിയല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ
ഇത് ക്വാഡ്രാറ്റിക് ഇതിനകത്ത് ഇത് എന്താ പറയുന്നത്, ഇത് ലീനിയർ ഇക്വേഷനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പം ഇതിനെ നമുക്ക് 10x പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോകുന്നത് അറിയോ, 6/y എന്ന് കൊടുക്കാൻ പോകും. കുഴപ്പമുണ്ടോ? പ്ലസ് 9 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10y പ്ലസ് എക്സിന് പകരം ഞാൻ 6/y എന്ന് കൊടുക്കാൻ പോവാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇതിനെ 60/y പ്ലസ് 9 ഈസ് ഈക്വൽ ടു ഇവിടെ ഞാൻ 10y പ്ലസ് 6/y എന്നാക്കാൻ പോവാണ്. ബാബാക്കല്ല ആക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ, ഞാൻ ഈ സൈഡില് 60/y പ്ലസ് 9 ഈസ് ഈക്വൽ ടു ഇവിടെ LCM എടുത്തു കഴിഞ്ഞാൽ 10y സ്ക്വയർ പ്ലസ് 6/y എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ ഇവനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 60/y മൈനസ് 10y സ്ക്വയർ പ്ലസ് 6/y എന്നാകുന്നു. ഇത് ബ്രാക്കറ്റിൽ ഉണ്ട് കാരണം മൈനസ് ആയതുകൊണ്ട് പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് നമുക്കറിയാം ഇവിടെ y ഇവിടെ y അല്ല, നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 മൈനസ് ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10y സ്ക്വയർ പ്ലസ് മൈനസ് വരും, 10y സ്ക്വയർ മൈനസ് 6 പ്ലസ് 9y ഹോൾ ഡിവൈഡ് ബൈ ഒറ്റ y ആക്കാം ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ y അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോകും, ബാക്കി ഇവിടെ 60 മൈനസ് അത് 54 എന്ന് വരുന്നു. അതായത് 60 മൈനസ് 6 54 മൈനസ് 10y സ്ക്വയർ പ്ലസ് 9y ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ മൈനസ് 10y സ്ക്വയർ പ്ലസ് 9y പ്ലസ് 54 ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. അവിടെ നമുക്ക് എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? കോമൺ എടുക്കാനൊന്നും പറ്റത്തില്ല അല്ലേ? കോമൺ എടുക്കാൻ പറ്റുമോ? കോമൺ എടുക്കാൻ പ്രത്യേകിച്ച് ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് മൈനസ് മാത്രം കോമൺ എടുക്കാം അല്ലേ? മൈനസ് കോമൺ എടുത്തിട്ട് 10y സ്ക്വയർ മൈനസ് 9y പ്ലസ് 54 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് പോയി, ബാക്കി നമുക്ക് ചെയ്യേണ്ടത് 10y സ്ക്വയർ മൈനസ് 9y പ്ലസ് 54 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതിനേക്കാളൊക്കെ എളുപ്പം ഒരു വഴി. ഓക്കെ, എന്തായാലും ഇത് ചെയ്തിട്ട് ഇത് കിട്ടുമോ നോക്ക്. ഇത് നിങ്ങൾ ചെയ്യണം. ഞാൻ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ് തുടങ്ങുന്ന സമയമായി.